മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ പാഠഭാഗമായ ടെൻഡർ ടച്ചിലെ ആക്ടിവിറ്റി 6 നോക്കാം. പേജ് നമ്പർ 24. ഇതിൽ ഒരു വാട്സപ്പ് ചാറ്റാണ്. ഈ കാര്യങ്ങൾ അനുപമ ടീച്ചറോട് കുട്ടികൾ പറഞ്ഞപ്പോൾ അനുപമ ടീച്ചർ ഹെഡ് മാസ്റ്റർക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണ്. അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളുമാണ്. അപ്പോൾ ആ ചാറ്റ് എങ്ങനെ ആയിരിക്കുമെന്നാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. കുറച്ച് ക്ലൂസ് അവിടെ തന്നിട്ടുണ്ട്. ആ ക്ലൂസ് ഒന്ന് നോക്കാം. ഹൂ വേർ ദേ, ആരാണ് അവർ? ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ, അവർ നമ്മുടെ സ്കൂളിൽ ഒരു പെൺകുട്ടിയെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നു. വൈ ഡിഡ് ദേ കം, എന്തിനാണ് അവർ വന്നത്? ടുഡേ 2 ഓഫ് അവർ സ്റ്റുഡൻസ് കെയിം ടു മീ, ഇന്ന് എൻ്റെ അടുത്ത് 2 കുട്ടികൾ വന്നു. സഷ ആൻഡ് നവീൻ, നവീനും സഷയുമാണ്. ഹായ് അനുപമ ടീച്ചർ, ഹായ് അനുപമ ടീച്ചർ. അപ്പോൾ ഇതാണ് ക്ലൂസ്. ഈ ക്ലൂസ് വെച്ചിട്ട് നമുക്ക് ഈ ചാറ്റ് പൂർത്തിയാക്കണം. ഇവിടെ ആദ്യം അനുപമ ടീച്ചർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹലോ സാർ. അപ്പോൾ അതിന് മറുപടിയായി വരേണ്ടത് ഹായ് അനുപമ ടീച്ചർ. അപ്പോൾ തിരിച്ച് അനുപമ ടീച്ചർ അയച്ചിട്ടുള്ളത് ടുഡേ 2 ഓഫ് അവർ സ്റ്റുഡൻസ് കെയിം ടു മീ, ഇന്ന് എൻ്റെ അടുക്കൽ 2 കുട്ടികൾ വന്നു. ഹൂ വേർ ദേ, ആരാണ് അവർ? സഷ ആൻഡ് നവീൻ, സഷയും നവീനുമാണ്. വൈ ഡിഡ് ദേ കം, എന്തിനാണ് അവർ വന്നത്? ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ, അവർ ഒരു കുട്ടിയെ നമ്മുടെ സ്കൂളിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടു. ഓ നോ ഇഷ്യൂസ്, വി ഷാൾ ഡു ഇറ്റ്, ഒരു കുഴപ്പവുമില്ല, നമുക്കത് ചെയ്യാം. താങ്ക് യു സോ മച്ച്, താങ്ക് യു പറയാം. ഇങ്ങനെയാണ് ഈ ക്ലൂസ് ഈ ചാറ്റിൽ നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. അടുത്തത് പേജ് നമ്പർ 25 ആക്ടിവിറ്റി 7 ആണ്. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ പിക്ചർ ദാറ്റ് റിഫ്ലക്ട് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ആൻഡ് കമൻറ്റ് ഓൺ ദം. ഇവിടെ കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ദയ, കരുണം എന്നൊക്കെയാണ്. അപ്പോൾ കരുണ അല്ലെങ്കിൽ ദയ കാണിക്കുന്ന പ്രവൃത്തികൾക്ക് ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് കാണുന്ന പിക്ചർ ഹെൽപ്സ് ആൻ ഓൾഡ് മാൻ ടു ക്രോസ് ദ റോഡ്, ഒരു പാവപ്പെട്ട ഒരു വൃദ്ധനായ ആളെ ഒരു കുട്ടി റോഡ് മുറിച്ച് കടക്കാൻ, റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിൽ ആ കുട്ടി അദ്ദേഹത്തോട് ഒരു ദയ കാണിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ടിക്കിടാം. സെക്കൻഡ് വൺ റൈഡിങ് എ ബൈസിക്കിളാണ്. അതിൽ പ്രത്യേകിച്ച് ദയയൊന്നും കാണിക്കുന്നില്ല, ഒരു പ്രവൃത്തി എന്നുള്ളൂ. മൂന്നാമത്തത് കാണിക്കുന്നത് ദേ ആർ ഫൈറ്റിംഗ്, അതേഴ്സ് ആർ വാച്ചിങ് വിത്ത് ഫൺ. അവിടെ 2 പേര് തല്ലുകൂടുന്നുണ്ട്, മറ്റുള്ളവരത് നോക്കി നിൽക്കുന്നുണ്ട്. അതിലൊരു ദയയല്ല അവിടെ കാണിക്കുന്നത്. അടുത്തതായിട്ട് വാച്ചിങ് TV ആൻഡ് ഈറ്റിംഗ് ഫുഡ്, അതിലും ഒരു ദയയെ പ്രതിനിധീകരിച്ചിട്ടുള്ളൊരു ചിത്രമല്ല. അടുത്തത് എ ഗേൾ ഷെയർ ഹെർ ഡ്രിങ്കിങ് വാട്ടർ ടു എ പുവർ മാൻ, ഒരു പാവപ്പെട്ട ആൾക്ക് ആ പെൺകുട്ടി അവളുടെ കുടിവെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു ദയ കാണിക്കുന്ന ഒരു പിക്ചറാണ്. അപ്പോൾ അത് നമുക്ക് ടിക്കിടാം. അടുത്തതായി ഒരു ആക്സിഡൻ്റായി കിടക്കുന്ന, മുറിവ് പറ്റിയ ഒരു നായക്കുട്ടിയെ പരിചരിക്കുന്നതാണ്. ടേക്ക് കെയർ ആൻ ആക്സിഡൻറ്റ് ഡോഗ്, ഒരു പരിക്ക് പറ്റിയ ഒരു നായക്കുട്ടിയെ ഒരു കുട്ടി പരിചരിക്കുന്നതാണ്. അപ്പോൾ അത് ആ നായക്കുട്ടിയോട് ചെയ്യുന്ന ഒരു കരുണയാണ്, ഒരു ദയയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്തത് ആക്ടിവിറ്റി 8 ആണ്. സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ, കുറച്ച് സംഭവങ്ങൾ, കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട് നമ്മൾ ഈ സ്റ്റോറിയിൽ. റൈറ്റ് ദം ഇൻ ഓർഡർ, അത് ഓർഡറിലാക്കണം, ക്രമപ്പെടുത്തി എഴുതണം. അപ്പോൾ അത് ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് നവീൻ നോട്ടീസ്ഡ് എ ഗേൾ അറ്റ് ദ വിൻഡോ, അവനൊരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചു, കണ്ടു ജനാലക്കരികിൽ. സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത, സഷയും നവീനും കവിതയെ സന്ദർശിച്ചു. കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ, കവിത അവളുടെ ചെറിയ അനിയനെ തൊട്ടിയിൽ ആട്ടുകയായിരുന്നു. സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത, സഷ
അവൾക്ക് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക്, ഒരു ചിത്രകഥാ ബുക്ക് നൽകി. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. ഹെഡ് മാസ്റ്റർ അവരെ സഷയെയും നവീനെയും അഭിനന്ദിച്ചു. അടുത്ത ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.